ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ രക്തരൂക്ഷിത പോരാട്ടം നടത്തിയ ചരിത്രമുള്ള മണ്ണാണ് മലപ്പുറം. അധിനിവേശത്തിനെതിരായ മലബാർ സമരത്തിന്റെ ചരിത്രം ഇനിയും പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടില്ല. മലപ്പുറം മേൽമുറിയിലെയും അധികാരത്തൊടിയിലെയും ഖബറുകളിൽ അടക്കപ്പെട്ടത് ഇനിയും രാജ്യം ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു കൂട്ടക്കൊലയുടെ ചരിത്രം കൂടിയാണ്. മലപ്പുറം മേൽമുറിയിൽ ബ്രിട്ടീഷ് വിരുദ്ധരായ വലിയൊരു സംഘത്തെ കണ്ടു. അവിടെ ഡോർസെറ്റ് റെജിമെന്റിലെ സായുധ സംഘം നടത്തിയ ഓപ്പറേഷനിൽ 246 പേർ കൊല്ലപ്പെട്ടു. മലബാറിലെ ബ്രിട്ടീഷ് ജനറൽ കമാൻഡിംഗ് ഓഫീസർ 1921 ഒക്ടോബർ 5 അയച്ച ഒരു ടെലഗ്രാം സന്ദേശമാണിത്. മേൽമുറിക്ക് സമീപമുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷ് സൈന്യം വളയുകയും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ വെടിവെച്ച് കൊല്ലുകയും വീടുകൾ ചുട്ടരിക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ചുള്ള അധിനിവേശ സർക്കാരിന്റെ ഭാഷ്യമാണിത്. മേൽമുറിയിലും അധികാരത്തൊടിയിലും 9 ഇടങ്ങളിലായി ഇതുപോലെ ഖബറുകൾ സംരക്ഷിക്കുന്നത് കാണാം. ബ്രിട്ടീഷ് സൈന്യം കൊന്നുതള്ളിയ 10-15 മാപ്പിളമാരെ കൂട്ടത്തോടെ മറമാടിയ സ്ഥലങ്ങളാണിത്. രക്തസാക്ഷികളായ ആ മനുഷ്യരുടെ പിൻതലമുറക്കാർ ഇവിടെ ഇപ്പോഴുമുണ്ട്. വാല് തുറന്നുകാണ്ട് പെരയിൽ ഇറക്കിയാണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് വെടിവെച്ചതാ. ഒലക്ക ഈ വാപ്പാലൊക്കെ ഇവിടുത്തെ വാപ്പാനെയും ആ വാപ്പാനെയും ഒക്കെ ഓലെ പുറത്തേക്ക് ഇറക്കിയാണ്ട് ഔത്തുനിന്ന് വെടിവെച്ചിട്ടില്ല. ഒക്കെ പുറത്തേക്ക് ഇറക്കിയാണ്ട് വെടിച്ചാൽ. പിതാവിനെ കൊല്ലാനെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ തടഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ച 11-കാരിയുടെ ചരിത്രവും ഈ നാട്ടുകാർക്കറിയാം. എന്നാൽ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ അതിനൊന്നും ഇടമില്ല. 1921 ആഗസ്റ്റ് 20 പൂക്കോട്ടൂർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കൂട്ടക്കുരുതി കഴിഞ്ഞാൽ പിന്നെ മലബാറിലുണ്ടായ ഏറ്റവും കൂടുതൽ ഇവരുടെ ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം തന്നെ ഏറ്റവും കൂടുതലുണ്ടായ ഏറ്റവും വലിയ കൂട്ടക്കുരുതി നടന്നിട്ടുള്ളത് അധികാരത്തൊടിയിലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ പൊതുചരിത്രത്തിലോ ഇനി അതല്ലെങ്കിൽ മലബാർ സമരത്തെയോ കേരളത്തിൻ്റെ ഹിസ്റ്ററിയെയോ പ്രത്യേകമായി സവിശേഷമായി പഠിക്കുന്ന ഒരു പഠനങ്ങളിലും ഇങ്ങനെ ഒരു കൂട്ടക്കുരുതി ഇപ്പോൾ വയലാർ പുന്നപ്ര വയലാറിലുണ്ടായ കൂട്ടക്കുരുതി ഏകദേശം അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസം. ഇപ്പോൾ ജാലിയൻ വാലാബാഗ്, പൂക്കോട്ടൂർ യുദ്ധം, പുന്നപ്ര വയലാർ കഴിഞ്ഞാൽ തൊട്ടുടനെ വരുന്ന എണ്ണം ഈ ബ്രിട്ടീഷ് രേഖകൾ അനുസരിച്ച് 246 ആളുടെ പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹികമോ രാഷ്ട്രീയമോ ചരിത്രപരമായ ഒരു പ്രാധാന്യമോ ഒന്നും ഇതിൽ വന്നിട്ടില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ തന്നെ നൽകിയ മനുഷ്യരുടെ പിന്മുറക്കാർ കൂടിയാണ് ഇന്നത്തെ മലപ്പുറം ജനത. MK ഷുക്കൂർ, മീഡിയ 1, മലപ്പുറം.